സുഹൃത്തെ, കഷ്ടപ്പെട്ട് പഠിച്ചിട്ടും PSCയുടെ റാങ്ക് ലിസ്റ്റിൽ വരുന്നില്ലേ? നമ്മൾ കുറേയൊക്കെ പഠിച്ചിട്ടും എന്തുകൊണ്ടാണ് റാങ്ക് ലിസ്റ്റിൽ കയറാത്തതെന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? നിങ്ങളറിയാത്ത ഒരു രഹസ്യം PSCയുടെ ക്വസ്റ്റ്യൻസ് തയ്യാറാക്കുമ്പോൾ സംഭവിക്കുന്നുണ്ട്. നിങ്ങളുടെ സ്ട്രെസ് മാനേജ്മെൻറ്റിനുള്ള കഴിവ് അളക്കുന്ന ഒരു രീതിയാണത്. എക്സാമൊക്കെ കഴിഞ്ഞ് നിങ്ങൾ വീട്ടിലെത്തിക്കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾക്ക് തോന്നാറുണ്ടോ, ഈ ഒരു ക്വസ്റ്റ്യൻ ഒന്നുകൂടി മനസ്സിലാക്കി വായിച്ചിരുന്നേൽ ഇതിൻ്റെ ഉത്തരം കിട്ടുമായിരുന്നെന്ന്? ഈ രീതിയിൽ ചിലപ്പോൾ ഒരു 10 മാർക്ക് വരെയൊക്കെ നിങ്ങൾക്ക് നെഗറ്റീവായി പോയിട്ടുണ്ടാവും. എന്തുകൊണ്ടാണിത് ആ സമയത്ത് ഉത്തരം കിട്ടിയില്ല എന്നുള്ളൊരു ചോദ്യം നിങ്ങളുടെ മനസ്സിൽ വരുന്നുണ്ടെങ്കിൽ ഇത് തന്നെയാണ് സ്ട്രെസ്സിൻ്റെ സൈക്കോളജി എന്ന് പറയുന്നത്. ഒരു 1.5 മണിക്കൂർ ടൈമിൻ്റെ ഇടയിൽ നിങ്ങൾക്ക് 100 ക്വസ്റ്റ്യൻസ് തരികയാണ് അല്ലേ? ഇതെല്ലാം കൂടി ഒറ്റയടിക്ക് കണ്ട് നിങ്ങൾ അവിടെ നിന്നും ഇവിടെ നിന്നും ചെയ്യാൻ തുടങ്ങുമ്പോൾ ഇതുണ്ടാക്കിയ ആളുകൾക്ക് കൃത്യമായിട്ടുള്ള ഒരു ധാരണയുണ്ട് നിങ്ങൾ എവിടെയൊക്കെ സ്റ്റക്കാവും എന്നുള്ള കാര്യത്തിൽ. ഇത് നിങ്ങളുടെ സ്ട്രെസ്സും ടെൻഷനും മാനസികാവസ്ഥയും ടൈം മാനേജ്മെൻറ്റും ഒക്കെ അളക്കലും കൂടിയാണ് അവിടെ സംഭവിക്കുന്നത്. ഈ ജോലി കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ലൊരു സാലറിയിൽ ഗവൺമെൻറ് ഒരു പൊസിഷൻ തരികയാണ്. അങ്ങനെ ആ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ 10 പേര് നിങ്ങളോട് റോങ് ആകാൻ വരികയാണെന്ന് വിചാരിക്കുക. അല്ലെങ്കിൽ നിങ്ങളെ ആ ഫീൽഡുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഒരു ഇഷ്യൂ ആയി എന്ന് കരുതുക. നിങ്ങളവിടെ ടെൻഷൻ അടിച്ചുകൊണ്ട് കരഞ്ഞിരിക്കാൻ പാടില്ലല്ലോ. ഇതിനേക്കുള്ള കഴിവ് നിങ്ങൾക്കുണ്ടോ എന്നും കൂടെ അറിയാൻ വേണ്ടി നിങ്ങളും കൂടി അറിയാതെ നിങ്ങളുടെ മാനസികാവസ്ഥ കൂടി ടെസ്റ്റ് ചെയ്യുന്ന ഒരു ക്വസ്റ്റ്യൻ കൂടെ ആയിരിക്കും നിങ്ങളുടെ മുന്നിൽ ഉണ്ടായിരിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ കാണുമ്പോൾ സ്ട്രെസ്സ് വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരിക്കലും ഇതിന് മിസ്അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ പാടില്ല. ഇത് നിങ്ങളുടെ മാത്രം തെറ്റല്ല. ഈ ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യുന്ന എല്ലാവർക്കും ഈ ഒരു സ്ട്രെസ് ഉണ്ടാവും, ടെൻഷൻ ഉണ്ടാവും, പ്രഷർ ഉണ്ടാവും, കൺഫ്യൂഷൻ ഉണ്ടാവും. എന്നാൽ ഈ സ്ട്രെസ്സിനെയും ടെൻഷനെയും ഒക്കെ ഓവർകം ചെയ്യാൻ പറ്റുന്ന ആളുകൾ നല്ല മാർക്കും വാങ്ങി അവർ മെയിൻ ലിസ്റ്റിലോ അല്ലെങ്കിൽ റാങ്ക് ലിസ്റ്റിലോ ഉണ്ടാവുകയും ചെയ്യും. ഇതേപോലെ മെയിൻ ലിസ്റ്റിൽ വരുന്ന ആളുകളെപ്പോലെ കോൺഫിഡൻ്റ് ആയിട്ട് കൂളായിട്ട് എക്സാം എഴുതാൻ പോകാൻ ഒരു സീക്രട്ടുമുണ്ട്. ഞാൻ പരീക്ഷിച്ച് വിജയിച്ച രീതിയാണിത്. എനിക്ക് പറയാനുള്ളത് വെറും 2 പോയിൻറ്റ്സ് മാത്രമാണ്. ഈ 2 പോയിൻറ്റ്സ് ഫോളോ ചെയ്തതിന് ശേഷമാണ് ഞാൻ റാങ്ക് ലിസ്റ്റുകളിൽ കയറാൻ തുടങ്ങിയത്. മാനസികമായും ശാരീരികമായും നിങ്ങൾ അറ്റൻഡ് ചെയ്യാൻ പോകുന്ന എക്സാമിന് വേണ്ടി കുറച്ച് മാസങ്ങൾക്ക് മുമ്പേ അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് 1 മാസം മുമ്പേ എങ്കിലും നിങ്ങൾ പ്രിപ്പറേഷൻ തുടങ്ങണം. ഡീപ്പായിട്ട് പറയുകയാണെങ്കിൽ നിങ്ങളുടെ മൈൻഡ് സൈഡും ബോഡി സൈഡും നിങ്ങൾ കൃത്യമായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് എക്സാം എന്ന് പറയുന്നത് ഒരു പ്രോബ്ലം ആയിരിക്കില്ല. നിങ്ങൾക്ക് എക്സാം അറ്റൻഡ് ചെയ്യാൻ പോകുമ്പോൾ സ്ട്രെസ്സ് വരുന്നുണ്ടെങ്കിൽ ഞാൻ പറയുന്നത് ഇപ്പോൾ തന്നെ നിങ്ങൾ ആലോചിച്ച് നോക്കുക. അതിന് 2 കാര്യങ്ങളായിരിക്കും. ഒന്ന്, നാട്ടുകാരെ പറ്റിയും വീട്ടുകാരെ പറ്റിയും കുടുംബക്കാരെ പറ്റിയും പാസ്റ്റിനെ പറ്റിയും ഫ്യൂച്ചറിനെ പറ്റിയും ഒക്കെയുള്ള ചിന്തകളായിരിക്കും നിങ്ങളുടെ സ്ട്രെസ്സിൻ്റെ ഒന്നാമത്തെ റീസൺ. നിങ്ങൾ ഒരു എക്സാം ഹാളിലേക്ക് കയറുമ്പോൾ അത്രയും ദിവസങ്ങളായി ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത് എന്തായിരിക്കുമെന്നറിയുമോ? ഈ എക്സാമിന് എനിക്ക് കിട്ടിയില്ലെങ്കിൽ ഞാൻ എന്ത് ചെയ്യും? ഇത് ഫ്യൂച്ചറിനെ പറ്റിയുള്ള നിങ്ങളുടെ ടെൻഷനായിരിക്കുമ്പോൾ പാസ്റ്റിനെ പറ്റി നിങ്ങളുടെ ടെൻഷൻ ഇങ്ങനെയായിരിക്കും. കുറേ കാലമായി ഞാനിങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുന്നു, 2-3 വർഷമായി ഞാൻ ഇതിൻ്റെ പിറകെ നടക്കുന്നു. ആളുകളോടൊക്കെ പറഞ്ഞിട്ടുണ്ട് ഞാൻ ഇനി എങ്ങനെ എൻ്റെ പേരൻസിനെയും റിലേറ്റീവിനെയും ഒക്കെ ഫേസ് ചെയ്യും, ഇവരോടൊക്കെ ഞാൻ എന്താ പറയുക, ഞാൻ ഒരുപാട് കാശൊക്കെ ഇതിനു വേണ്ടി ചിലവാക്കിയിട്ടുണ്ടല്ലോ. ഇങ്ങനെ നിങ്ങളുടെ മനസ്സിൽ ഫുൾ ടെൻഷനായിരിക്കും. ഇവിടെ നിങ്ങൾക്ക് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത് ഒറ്റ കാര്യമേ ഉള്ളൂ. അത് മെയിൻ ലിസ്റ്റിൽ വരുന്നവർക്ക് നഷ്ടപ്പെടാത്ത കാര്യമാണ്. മെയിൻ ലിസ്റ്റിൽ വരുന്നവർ എന്താ ചെയ്യുന്നതെന്നറിയോ? അവർ നല്ല ധൈര്യത്തോടു കൂടി അവർക്ക് വേണ്ട മെയിൻ ലിസ്റ്റിൽ വരാൻ വേണ്ടി പ്രസൻറ്റ് ടെൻസിൽ ഇരുന്നു കൊണ്ട് പഠിക്കുന്നു. അവർ മറ്റുള്ളവരെ ബോധ്യപ്പെടുത്താറില്ല. അവർക്ക് കൃത്യമായിട്ടുള്ള ടാർഗറ്റ് ഉണ്ട്. ഇത് എനിക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ചെയ്യുന്നത്, എൻ്റെ ബെസ്റ്റ് ഞാൻ ഇവിടെ ഈ ഒരു എക്സാമിൽ കൊടുക്കും, ഇവിടെ എന്ത് സംഭവിച്ചാലും എനിക്കെന്താ, ഈ ഒരു ധൈര്യം അവരെ കൂളായിട്ട് എക്സാം എഴുതാൻ സഹായിക്കും. ഇതാണ് ഒന്നാമത്തെ പോയിൻറ്റ്. ഈ ധൈര്യത്തിലേക്ക് നിങ്ങളെ എത്തിക്കാൻ നിങ്ങൾക്ക് എന്തു ചെയ്യാൻ കഴിയുമെന്നറിയോ? അതാണ് നമ്മുടെ പോയിൻറ്റിൻ്റെ സൊല്യൂഷൻ. നിങ്ങൾ എക്സാമിൻ്റെ 1 മാസം മുമ്പെങ്കിലും ഇത് ചെയ്തു തുടങ്ങണം. നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾക്ക് പഠിക്കാൻ ഒരു റൂം ഉണ്ടായിരിക്കുമല്ലോ, അല്ലെങ്കിൽ ഒരു പ്രൈവറ്റ് സ്പേസ് ഉണ്ടായിരിക്കുമല്ലോ. അവിടെ നിങ്ങൾ ചെറിയൊരു കണ്ണാടി വയ്ക്കുക. നിങ്ങളുടെ മുഖം മാത്രം കണ്ടാൽ മതി. വലുതാണെങ്കിൽ അത്രയും നല്ലത്. നിങ്ങൾ ആഴ്ചയിൽ ഒരു 3 തവണയെങ്കിലും അറ്റ്ലീസ്റ്റ് 1 മാസം ഒരു 10-12 തവണയെങ്കിലും നിങ്ങളിലേക്ക് കുറച്ച് സെൽഫ് ടോക്കുകൾ വളരെ കോൺഫിഡൻ്റ് ആയിട്ട് നിങ്ങളുടെ മുഖത്ത് നോക്കി നിങ്ങൾ പറയണം. എന്താ പറയേണ്ടതെന്നറിയോ? പരീക്ഷ വരെയുള്ള ദിവസങ്ങളിൽ നിങ്ങൾ എങ്ങനെയായിരിക്കും? എക്സാമിൻ്റെ ടൈമിൽ എക്സാം ഹാളിൽ നിങ്ങൾ എങ്ങനെയായിരിക്കും? എക്സാമിന് ശേഷം നിങ്ങൾ എങ്ങനെയായിരിക്കും എന്നുള്ളതിനെക്കുറിച്ച് കുറച്ച് സെൽഫ് ടോക്കുകൾ. നിങ്ങളുടെ പേര് ഇപ്പോൾ അരുൺ എന്നാണെന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ ഫാത്തിമ എന്നാണെന്ന് വിചാരിക്കുക. വളരെ കോൺഫിഡൻ്റ് ആയിട്ട് കണ്ണാടിയുടെ മുന്നിൽ നിന്നുകൊണ്ട് നിങ്ങളുടെ മുഖത്ത് നോക്കി നിങ്ങളിങ്ങനെ പറയണം, മോനെ അരുണേ,
നീ നാട്ടുകാർക്കോ വീട്ടുകാർക്കോ കുടുംബക്കാർക്കോ വേണ്ടിയിട്ടൊന്നുമല്ല പഠിക്കുന്നത്. നിനക്ക് പിടിച്ചു നിൽക്കാൻ, നിനക്ക് സർവേ ചെയ്യാൻ ആകെയുള്ളൊരു ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ ഈ ഒരു എക്സാമാണ്. ഈ ഒരു റാങ്ക് ലിസ്റ്റിൽ നീ ഉൾപ്പെടുക എന്നുള്ളത് നിൻ്റെ ഏറ്റവും വലിയ ആഗ്രഹമാണ്. അത് നേടാൻ നിന്നെക്കൊണ്ട് കഴിയില്ലെങ്കിൽ പിന്നെ എന്തിനായിരുന്നു നീ ഇതൊക്കെ തുടങ്ങി വെച്ചത്? നീ നേടിയേ പറ്റൂ, നീ നേടണം. നീ ദിവസവും 5, 6 അല്ലെങ്കിൽ 10 മണിക്കൂർ ഇരുന്ന് പഠിച്ചേ പറ്റൂ. നിനക്ക് കിട്ടിയേ പറ്റൂ. നീ സ്ലോ ആയി കിടക്കുന്ന മേഖലയിലൊക്കെ നീ സൂപ്പർ ഫാസ്റ്റ് ആവണം. ഒരു ടെൻഷനും സ്ട്രെസ്സും ഇല്ലാത്ത രീതിയിൽ നീ എക്സാം ഹാളിൽ 1, 2 മണിക്കൂർ മുന്നേ നേരത്തെ എത്തിയിട്ട് വളരെ കൂളായിട്ട് നീ എക്സാം എഴുതണം. അല്ലെങ്കിൽ മോളെ ഫാത്തിമേ, നിനക്ക് ചിലവിന് തരുന്നത് നിൻ്റെ നാട്ടുകാരാണോ, നിൻ്റെ ചുറ്റിലുള്ളവരാണോ, നിൻ്റെ കുടുംബക്കാരാണോ? കിട്ടിയാലും ഇല്ലെങ്കിലും നിൻ്റെ കൂടെ നിൻ്റെ പാരൻസും നീയും മാത്രമേ ഉണ്ടാവൂ. നിനക്ക് ആരെയും ബോധിപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നീ കഷ്ടപ്പെടാൻ ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ നീ അത് നേടിയെടുക്കുക തന്നെ ചെയ്യും. ഇങ്ങനൊരു കോമ്പറ്റീഷനിലേക്ക് നീ ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ ഇവിടെ ടെൻഷനും പ്രഷറും പ്രശ്നങ്ങളും ഉണ്ടാവുക എന്ന് പറയുന്നത് നാച്ചുറലാണ്. ഇതിൻ്റെ പേര് തന്നെ കോമ്പറ്റേറ്റീവ് എക്സാം എന്നാണ്. നീ ഇതിലേക്ക് ഇറങ്ങിയത് നേടിയെടുക്കാൻ വേണ്ടിയിട്ടാണ്, അല്ലാതെ മറ്റുള്ളവരെ പറ്റി ആലോചിച്ചിരിക്കാൻ വേണ്ടിയിട്ടല്ല. കഴിയുന്നത്ര സമയം ഇരുന്ന് ഹാർഡ് വർക്ക് ചെയ്യേ. ഈ രീതിയിൽ നിങ്ങൾക്ക് നിങ്ങളെ തന്നെ പുഷ് ചെയ്യാൻ കഴിയുന്ന വളരെ കോൺഫിഡൻ്റ് ആയിട്ടുള്ള വാക്കുകൾ നിങ്ങളിലേക്ക് നിങ്ങൾ കണ്ണാടി നോക്കി ദിവസവും കൊടുക്കണം. ദിവസവും അല്ലെങ്കിൽ മാസത്തിൽ ഒരു 10 തവണയെങ്കിലും. ഞാൻ ഇങ്ങനെയൊക്കെ ഒരു കോമ്പറ്റീഷനിലേക്ക് ഇറങ്ങിയ ഒരു വ്യക്തിയാണ്. ഈ ഒരു കോമ്പറ്റീഷൻ കഴിഞ്ഞിട്ട് ആരെങ്കിലും എന്നോട് എന്തെങ്കിലും ചോദിക്കാൻ വന്നിട്ടുണ്ടെങ്കിൽ അവരോട് എന്ത് മറുപടിയാണ് കൊടുക്കേണ്ടതെന്ന് എനിക്കറിയാം. ഞാൻ ഇതിലേക്ക് പേടിച്ചിറങ്ങിയ ഒരാളല്ല. വളരെ ധൈര്യത്തോടു കൂടി എന്തും നേരിടാൻ തയ്യാറായിട്ട് ഇറങ്ങിയ ഒരാളാണ്. എന്ത് വില കൊടുത്തിട്ടാണെങ്കിലും ഈ പ്രാവശ്യം ഞാൻ നേടും. എൻ്റെ ഉറക്കം കളഞ്ഞിട്ടാണെങ്കിലും ഞാൻ നേടും. വരുന്നിടത്ത് വെച്ച് കാണാം. ബാക്കിയൊക്കെ അത് കഴിഞ്ഞല്ലേ. ഇതുപോലെ നിങ്ങൾ നിങ്ങളുടെ ഫ്യൂച്ചറിനെയും പാസ്റ്റിനെയും നിങ്ങൾ പേടിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളെയും നിങ്ങളിൽ നിന്ന് പറിച്ചെറിയണം. നിങ്ങൾ ഇത് നേടുന്നത് നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. അപ്പോൾ 1ാമത്തെ സ്റ്റെപ്പ് കഴിഞ്ഞു. ഇനി 2ാമത്തെ കാര്യം പറയാം. ഈ എക്സാമിൻ്റെ ഒരു ദിവസം മുമ്പേ പഠനം നിങ്ങൾ നിർത്തണം. നിങ്ങൾ അത്രയും കൂളായിരിക്കണം. ആ മൊമെൻറ്റിൽ അതിനു വേണ്ടി പ്രിപ്പയർ ചെയ്യുക എന്നുള്ളതല്ല. ദിവസങ്ങളായിട്ട് ഈ എക്സാമിന് വേണ്ടി തീയിൽ കുരുത്തതുപോലെ നിങ്ങളെ തന്നെ ഉരുക്കി പണിയണം. ഒരുപാട് പഠിച്ചു പോയിട്ട് ഈ എക്സാം ടൈമിൽ തല ചുറ്റി വീഴാതിരിക്കാനും ഉള്ളതുകൂടി ഇല്ലാതാവാതിരിക്കാനും എന്താ ചെയ്യാൻ പറ്റുക? ഒറ്റ കാര്യം ചെയ്താൽ മതി. ഒരു മാസം മുമ്പെങ്കിലും നിങ്ങളുടെ ബോഡി സ്ട്രോങ് ആവാനുള്ള ശാരീരികമായിട്ടുള്ള ചില എക്സർസൈസുകൾ സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങണം. ഇതിനു വേണ്ടി ഏറ്റവും എളുപ്പമുള്ള കാര്യം ഞാൻ പറയട്ടെ. നിങ്ങൾക്ക് സ്കിപ്പിംഗ് അറിയില്ലേ? വള്ളിച്ചാട്ടം. ഈ ഒരു വള്ളിച്ചാട്ടം വള്ളി പോലും ഇല്ലാതെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. ദിവസവും ബാത്റൂമിൽ നിന്നാണെങ്കിലും എവിടെ നിന്നാണെങ്കിലും നിങ്ങൾക്ക് ദിവസവും ഒരു 100 പ്രാവശ്യം വെറുതെ ചാടുക. ഈ ഒരു 100 പ്രാവശ്യം ചാട്ടം 1-2 മിനിറ്റ് കൊണ്ട് കഴിയും. അത്രയേ ഉള്ളൂ. ഇതുകൊണ്ട് നിങ്ങൾക്ക് സംഭവിക്കുന്ന ചേഞ്ച് എന്താണെന്നറിയുമോ? നിങ്ങൾക്ക് ഇങ്ങനെ കോൺഫിഡൻ്റ് ആയിട്ടുള്ള ശരീരമുണ്ടെന്ന് നിങ്ങളുടെ ബ്രെയിൻ മനസ്സിലാക്കാൻ തുടങ്ങും. ദിവസവും നിങ്ങളുടെ ശരീരം ഇളകുന്നത് ഈ ബ്രെയിൻ കാണുകയാണ്. നിങ്ങളുടെ പല മസിലുകളിലേക്കും ഇതിനാവശ്യമായിട്ടുള്ള ന്യൂട്രിയൻസ് ബ്രെയിൻ സപ്ലൈ തുടങ്ങും. നിങ്ങളുടെ ഓരോ സെല്ലുകളും കോൺഫിഡൻ്റ് ആവും. ഈ ഒരു കോൺഫിഡൻസ് ആണ് നിങ്ങളുടെ സംസാരത്തിലേക്കും നിലപ്പിലേക്കും നടപ്പിലേക്കും ഒക്കെ വരാൻ പോകുന്നത്. എപ്പോഴും ഇരുന്ന് പഠിച്ചാൽ മാത്രം നിങ്ങൾക്ക് ഒരുപാട് മാർക്ക് വാങ്ങിക്കാൻ കഴിയുമെന്ന് നിങ്ങൾ ആലോചിക്കുന്നുണ്ടെങ്കിൽ അത് തെറ്റാണ്. കുഴഞ്ഞു വീഴാത്ത ഒരു ശരീരം കൂടി നിങ്ങളുടെ കൂടെ ഉണ്ടെങ്കിലേ നിങ്ങൾക്ക് നന്നായിട്ട് എക്സാം എഴുതാൻ കഴിയുകയുള്ളൂ. നിങ്ങളുടെ ശരീരത്തിന് നിങ്ങളുടെ മനസ്സിനെ ബോൾഡാക്കുന്നതുമായി ബന്ധപ്പെടുത്തി ഏറ്റവും വലിയ ഒരു പങ്കുണ്ട്. ആ പങ്ക് ചെറുതാണ് എന്ന് വിചാരിക്കുന്ന ആളുകളാണ് നമ്മൾ ആദ്യം പറഞ്ഞ ധൈര്യമില്ലാത്ത രീതിയിൽ ഇതിനെ അപ്രോച്ച് ചെയ്യുന്നവർ. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ പോലെ നിങ്ങൾ ഫിസിക്കലി ഒന്ന് ഫിറ്റാകാൻ ശ്രദ്ധിക്കുക. വെറും 2-3 ആഴ്ച ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ മാനസികമായിട്ട് എക്സാം എഴുതാൻ സ്ട്രെസ്സില്ലാതെ ടെൻഷനില്ലാതെ എഴുതാനുള്ള നിങ്ങളുടെ കഴിവ് ഇമ്പ്രൂവായി വരുന്നത് നിങ്ങൾക്ക് നേരിട്ട് അനുഭവിക്കാൻ കഴിയും. ഈ രീതിയിൽ ഇതിനു മുമ്പേ പ്രിപ്പയറായി കോൺഫിഡൻ്റ് ആയിട്ടുള്ള ഒരാൾക്ക് എക്സാം ഹാളിൽ റിലാക്സ്ഡായി ഇരുന്ന് എക്സാം എഴുതാൻ കഴിയും. അപ്പോൾ ഈ എക്സർസൈസിൻ്റെ പങ്ക് ഒരിക്കലും മറക്കരുത്. ഈ ഒരു ഫിറ്റ്നസ്സും കൂടി ഇങ്ങനെയുള്ള ജോലിക്കൊക്കെ അത്യാവശ്യമാണ് സുഹൃത്തേ. ഓക്കെ, അപ്പോൾ എനിക്ക് പറയാനുള്ള 2 പോയിൻറ്റ്സ് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. നിങ്ങളുടെ മുന്നിൽ വരാൻ പോകുന്നത് വെറും 1.5 മണിക്കൂറായിരിക്കും. കഴിയുന്നത്ര ക്വസ്റ്റ്യൻസ് ചെയ്ത് പഠിച്ചെങ്കിലേ നിങ്ങൾക്ക് അവിടെ ഫ്ലോയിൽ എഴുതാൻ കഴിയൂ. ഇതൊക്കെ നിങ്ങൾ കൃത്യമായി ചെയ്യുന്നുണ്ടെങ്കിൽ
ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളിലൊക്കെ ഇറങ്ങിയിട്ട് കാര്യമുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് നേടിയെടുക്കാൻ വേണ്ടി വേറെ ആരും നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ പോകുന്നില്ല. അവിടേക്ക് എന്ത് ചെയ്യണമെന്നുള്ള കൃത്യമായിട്ടുള്ള സ്ട്രാറ്റജികൾ ഉണ്ടാക്കി അതിനോട് ആ രീതിയിൽ സമീപിക്കാൻ റെഡി ആവണം. പൈസ ഇറക്കേണ്ടടുത്ത് പൈസ ഇറക്കി പഠിക്കുക. ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യേണ്ടടുത്ത് ആപ്പ് ഇൻസ്റ്റാൾ ചെയ്ത് തന്നെ പഠിക്കുക. യൂട്യൂബ് നോക്കി പഠിക്കേണ്ടത് യൂട്യൂബ് നോക്കി തന്നെ പഠിക്കുക. ഏറ്റവും പുതിയ ഗൈഡുകൾ വാങ്ങിക്കുക. ഇതൊക്കെ നിങ്ങളുടെ മാത്രം ഉത്തരവാദിത്തമാണ്. എഴുതി വെച്ച് നോട്ട്സ് ഉണ്ടാക്കി പഠിക്കുന്നതാണെങ്കിൽ അങ്ങനെ പഠിക്കുക. ഈ ട്രിക്കുകളൊന്നും ആരും നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നില്ല. ഇതൊക്കെ സ്വയം കണ്ടെത്തി ചെയ്യുക എന്നത് നിങ്ങളുടെ മാത്രം ഉത്തരവാദിത്തമാണ്. വേറെ ആരും അത് പറഞ്ഞു തരില്ല. അപ്പോൾ സുഹൃത്തെ, നിങ്ങൾ ഫിസിക്കലി മെൻ്റലി ഒക്കെ നന്നായി പ്രിപ്പയർ ചെയ്തു പോയി എക്സാം എഴുതുക. നല്ലൊരു വിജയം വരിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.